നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് ഒരു കരടിയുടെ പരാക്രമം. പൊട്ടിക്കലിലെ പാറക്കൽ കുടുംബക്ഷേത്രത്തിലാണ് പരാക്രമം ഉണ്ടായത്. ക്ഷേത്രത്തിന്റെ ജനല് തകർത്തു, പ്രതിഷ്ഠകളും തള്ളിമറിച്ചിട്ട നിലയിലാണ്. അഷ്കർ അലി സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. അഷ്കർ അലി, എന്താ സംഭവിച്ചത്? നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമൊക്കെ കണ്ട് സഹികെട്ടാണോ ഈ പരാക്രമം കാണിച്ചത്? എന്താണ് സംഭവം കരടിയുടെ? അരുൺ, ഏതാനും മാസം മുമ്പ് ഇതേ സ്ഥലത്ത് നിന്ന് പൂക്കോട്ടി പൊട്ടിക്കര ഞാൻ നിൽക്കുന്ന ഈ ആക്രമണം നടന്ന ക്ഷേത്രത്തിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് സമാനമായ രീതിയിൽ കരടിയുടെ ആക്രമണം ഉണ്ടാവുകയും ആ കരടിയെ കൂട് വെച്ച് പിടികൂടി ഇവിടെ നിന്ന് കൊണ്ടുപോയതുമാണ്. അതോടുകൂടി ആശങ്കകൾ ഒഴിഞ്ഞു, ഇല്ലെങ്കിൽ ഭീതി ഒഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസത്തിലായിരുന്നു നാട്ടുകാർ നിന്നിരുന്നത്. പക്ഷേ അപ്പോഴാണ് വീണ്ടും ഒരു ആശങ്ക പടുത്തുന്ന രീതിയിൽ സമാനമായ രീതിയിലൊരു സംഭവം ഉണ്ടാകുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും. ക്ഷേത്രത്തിൻ്റെ ഈ വാതിലുണ്ട്, വാതിൻ്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠകളൊക്കെ മറിച്ചിട്ട് അവിടെയുള്ള ഈ എണ്ണയും അതുപോലെ തന്നെ വെണ്ണയും ഒക്കെ തന്നെ കവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കരടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കടന്നതിൻ്റെ കാൽപ്പാടുകളൊക്കെ തന്നെ ഇവിടെ ചുമരിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഇതോടെ തന്നെ വലിയ ഒരു ആശങ്കയിലേക്ക് ഇവിടെയുള്ള ആളുകൾ പോയി എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണത്തിനുമായി ബന്ധപ്പെട്ട വിഷയം നേരത്തെ തന്നെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് വീണ്ടും ഇതൊരു കുടുംബക്ഷേത്രമാണ്. കുടുംബക്ഷേത്രത്തിൽ എത്തിക്കൊണ്ട് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ നാട്ടുകാർക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അത് നിങ്ങൾ കുടുംബക്ഷേത്രമാണ്. കുടുംബക്ഷേത്രം എന്താണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്? അത് പിന്നെ പുലർച്ചയ്ക്കാണെന്നാണ് പറയണത്. പിന്നെ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ അവർ ശബ്ദം കേട്ടിരുന്നു പറഞ്ഞു. അവരെന്താണെന്നറിയില്ല, ഡോറ് തുറക്കണമെന്നാണ് കരുതിയത്. ഡോറ് നല്ല ശക്തിയായിട്ട് തുറന്ന് അതിനകത്ത് കയറി പിന്നെ ഈ എണ്ണകളൊക്കെ കുടിച്ച് പിന്നെ ഇവിടെ ഒരു മഞ്ചുണ്ടായിരുന്നു, ഒരു പെട്ടി ഉണ്ടായിരുന്നു, അത് തകർക്കാൻ നോക്കി. അത് കഴിയാതെ വന്നപ്പോൾ അത് തിരിച്ചു പോയതായിരിക്കാം. പിന്നെ അമ്മ വീട്ടിൽ വന്ന് രാവിലെ വന്ന് വിളക്ക് വയ്ക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇത് തുറന്നു കിടക്കുന്നത് കാണുന്നത്. എന്താ അമ്മ രാവിലെ വന്നപ്പോഴാണ് ഇത് കാണുന്നത്? രാവിലെ ഞാൻ കുളിച്ച് വിളക്കയ്ക്കാൻ വന്നു. ഇന്ന് രാവിലെ വരുന്നതാണ് 6:30. അന്ന് വിളക്കയ്ക്കാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ നട തുറന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വലയൊക്കെ വെച്ചിട്ടുണ്ട് പട്ടികൾ കയറുന്നതിന്. അപ്പോൾ അതൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ദൈവേ നട തുറന്നിട്ടില്ല, ഞാൻ ഇന്നലെ അടച്ചിട്ടില്ല, വിളക്ക് വെച്ചിട്ട് അടച്ചിട്ടില്ല കരുതിയാണ് ഞാൻ അങ്ങോട്ട് കയറി വന്നാണ്ട് ഇവിടെ ദീപസ്തംഭത്തിൻ്റെ അടുത്തിലെത്തിയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. എനിക്ക് പേടിയായി. അതിൽ ഞാൻ തൊട്ടടുത്ത് ഞങ്ങൾ ആൾക്കാരെന്നെ ഉണ്ട്, ഓലെ വിളിച്ചു. ഒരു ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ എന്നുള്ളതാണ്. ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ വലിയൊരു ആശങ്കയിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്താണ് ഇപ്പോൾ നേരത്തെ ഒരു കരടി വന്നു, അതിന് പിടികൂടി കൊണ്ടുപോയി വീണ്ടും സമാനമായ രീതിയിലേക്ക് സാഹചര്യം പോയി? വീണ്ടും ഇതേമാതിരി വന്നു. സംഭവം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ആശങ്കയാണ്. ഇവിടെ തൊട്ടടുത്ത് ഒക്കെ 30 സെൻറ്റ് സ്ഥലമുള്ള വീട്ടുകാരാണ് നിൽക്കുന്നത്. ഇപ്പോൾ കോളനിയിൽ ഇപ്പോൾ ഒരാളെ ആക്രമിച്ചു. ഇപ്പോൾ അമ്പലങ്ങൾ ഒരുപാട് പൊളിച്ചിപ്പോൾ അവിടെ. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മളെ കുടുംബക്ഷേത്രത്തിനാണ് ഇപ്പോൾ ഇത് പിടിച്ചത്. കരടീനെ കൂടെ വെച്ച് പിടിച്ചു. അത് പിന്നെ കുടുംബക്ഷേത്രത്തിലുണ്ടായിരുന്ന എൻ്റെ കുടുംബക്ഷേത്രത്തിനാണ് പിടിച്ചത്. അവിടെ കൂടെ വെച്ച് അവിടെ പിടിച്ചു. പിന്നെ നെടുങ്കായം കൊണ്ട് ഈ കരടീനെ വിട്ടു. നെടുങ്കായം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ ദൂരമുണ്ട് നടത്തി, അല്ല കാട് കൂടി ആകുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ ദൂരം ഉള്ളൂ. കൊണ്ടുപോയി വിട്ട കരടി തന്നെ വീണ്ടും വന്നു എന്നുള്ള. അല്ലാതെ ഈ കരടി അല്ലാതെ ഇങ്ങനെ ഈ എണ്ണ കുടിക്കുന്ന കരടി, ഈ അമ്പലം കയറുന്ന കരടി, അതല്ലാതെ വേറെ കരടി വന്നിട്ടില്ല. കുറേ ക്ഷേത്രങ്ങൾ ഒരുപാട് ക്ഷേത്രം ഇപ്പൊ തേൾപ്പാറ ക്ഷേത്രം പൊളിച്ചു. എന്തായാലും കരടി ഇപ്പോൾ അവിടുന്ന് കാടും ഈ അമ്പലവും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടോ അതോ അടുത്തടുത്താണോ? ഇവിടുന്ന് കരുളായി വനമാണ് ഇതിന്റെ അടുത്തുള്ള പ്രദേശം അല്ലേ? ഇത് ഇവിടുന്ന് അടുത്താണോ ഈ വനത്തിലേക്ക്? വനത്തിലേക്ക് ഇവിടുന്ന് പോകാൻ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളൂ നടക്കാനുള്ളത്. നേരിട്ട് പോകാൻ. അപ്പോൾ അധികം ദൂരം പോയി കാണാൻ സാധ്യതയില്ല അല്ലേ അഷ്കർ? ആ ഭാഗത്ത് തന്നെ ഉണ്ടാവും. സാധ്യതയില്ല. വലിയ നിരവധി വീടുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്, വലിയ ജനവാസ മേഖലയാണ്. അതാണ് പൂക്കോട്ടുംപാടത്തെ ആളുകളൊന്ന് പ്രത്യേകം കരുതിയിരിക്കുക. ഒരു കരടി ഇറങ്ങിയിട്ടുണ്ട് പൂക്കോട്ടുംപാടത്ത്. അഷ്കർ അലിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അവിടെ ഒരു കുടുംബക്ഷേത്രത്തിൽ കയറി കരടി കുറച്ച് പരാക്രമമൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൂക്കോട്ടുംപാടത്തുള്ളവർ പ്രത്യേകം ഒന്ന് കരുതിയിരിക്കുക.